കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025ന്റെ 10ാം ദിനത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. ഓണം എല്ലാവരും സാധാരണയായിട്ടൊക്കെ പറയാറുള്ളൊരു കാര്യം, ഇപ്പോഴെന്തോ ഓണം ഇരിക്കുന്നു, പണ്ടല്ലായിരുന്നു ഓണം. പണ്ട് എന്തെല്ലാം കളികൾ, എന്തെല്ലാം ആഘോഷം, എന്തെല്ലാം കാര്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ശുദ്ധ അസംബന്ധമാണ്. നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ ഓണം ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എത്രയോ ക്ലബ്ബുകൾ, എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം പരിപാടികളായി ഇപ്പോൾ ഓണത്തിന് നടത്തുന്നത്. അതുപോലെ നഗരത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്ക്, മനുഷ്യർ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടെലിവിഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കോഴിക്കോട് മിഠായി തെരുവ് മാനാഞ്ചിറയൊക്കെ ഉത്രാടപ്പാച്ചിലിൽ ആളുകൾ വലിയ തോതിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ ദാരിദ്ര്യമൊന്നും നാട്ടിലില്ല, കടുത്ത പട്ടിണിയുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഒത്തുചേരാനുള്ളൊരവസരമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ നാട്ടിലെ സന്മനസ്സുള്ള മനുഷ്യരുമുണ്ട്. ഇതിന് നേതൃത്വം നൽകാൻ സമുദ്രതീരം നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടത്താൻ താല്പര്യപ്പെട്ട ആളുകളുമുണ്ട്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ റോഡിൽ കിടക്കുക മാത്രമേ ഉള്ളൂ. അവരെ സംരക്ഷിക്കാനോ എടുത്തുകൊണ്ട് പോകാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് പറ്റുന്ന ആളുകൾ നാട്ടിലില്ലായിരുന്നു. അതിസമ്പന്നരായ കുറച്ച് ആളുകളും അതിദരിദ്രരായ ആളുകളും മാത്രമേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിൽ അതിസമ്പന്നർ അതിദരിദ്രരെ പരിഗണിച്ചിരുന്നതേയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താണിത്, ഇത് തന്നെ നോക്കുക, ഒരുപാട് പരിപാടികളുടെ നോട്ടീസായിപ്പോൾ എനിക്ക് കൊണ്ട് തന്നെ. ഇത്രയും പരിപാടികളൊക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. പഴയ കാലത്തൊന്നുമില്ല. ഏതെങ്കിലും ഒരു തെങ്ങിൻ ചവിട്ടിൽ ആരെങ്കിലും നിന്ന് കൈകൊട്ടിക്കളിയോ തിരുവാതിരയൊക്കെ, അതും അടുത്ത കാലത്തൊക്കെയാണ് നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ വളരെ പണ്ട് കാലത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ജാതിയുടെ പേരിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കാൻ സമ്മതിക്കില്ല, ഒരുമിച്ചിരിക്കാൻ അനുവാദമില്ല. അപ്പോൾ പിന്നെ എന്തോ തരത്തിലുള്ള ഓണാഘോഷം നടന്നെന്നായി പറയുന്നത്. നമ്മൾ ഓണത്തെ കാണുന്നത് അങ്ങനല്ല. നമ്മുടെ ഓണത്തിൻ്റെ ചരിത്രവും അതല്ല. നമ്മുടെ ഓണത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഈ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യർ, ഒരു സെറ്റ് ആളുകൾ അല്ലെങ്കിൽ മനുഷ്യജീവികൾ, അവർക്ക് ഓണമാകുമ്പോഴാണ് ഒരു വിളവെടുപ്പ് നടക്കുന്നു, അതുപോലെ ചില കാഴ്ചകളൊക്കെ പങ്കുവയ്ക്കുന്നു, ചിലർക്ക് ചില സൗകര്യങ്ങളൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് 360 ദിവസവും പട്ടിണി കിടക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു 3-4 ദിവസം നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെയായിരുന്നു ഓണത്തെ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. നവംബർ മാസം 1-ാം തീയതി കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിദരിദ്രരില്ലാത്ത കേരളമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ വലിയ പുരോഗതിയെല്ലാം നേടിയിട്ടും നമ്മളൊരു സർവേ നടത്തി നോക്കിയപ്പോൾ 66,000 പേർ കേരളത്തിൽ അതിദരിദ്രരാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ട, മഹാഭൂരിപക്ഷമാണത്, വലിയ തോതിലുള്ള ജനസംഖ്യയാണ്. പക്ഷേ കേരളത്തിൽ 66,000 പേര് അതിദരിദ്രരാണ്. ആ അതിദാരിദ്ര്യമുള്ളവരുടെ ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്രത്തോളം. പിന്നെ ആളുകൾക്ക് രോഗവും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. ഇപ്പം നോക്കിയേ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് എല്ലാവരെയും സൗജന്യമായി ചികിത്സിക്കാനുള്ള പരിശ്രമത്തിലാണ്. വളരെ ചെറിയൊരു തുക മാത്രമാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഇപ്പോൾ ചെലവഴിക്കപ്പെടുന്നത്. ഇവിടെ പല ആളുകളും നേരത്തെ ഈ ആരോഗ്യവകുപ്പൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദുർബലമായിരുന്നു, എത്ര ദയനീയമായിരുന്നു.
നാറ്റം കൊണ്ട് അതിനകത്തോട്ട് കയറില്ലായിരുന്നു, മാന്യമായ ചികിത്സ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതാ ഈ മെനഞ്ഞാന്നത്തെ ദിവസം ഞാനും ആശയും ഒക്കെ പങ്കെടുത്തൊരു ചടങ്ങ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടന്നു. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് വന്നത്. 12 ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. 12 ശിലാഫലക അനാവരണവും 12 ഉദ്ഘാടനവും. കാരണം അവിടെ ആധുനിക രീതിയിലുള്ള പരിശോധനാ ക്രമങ്ങൾ, പ്രസവ സംബന്ധമായി മികച്ച സംവിധാനങ്ങൾ, രക്തപരിശോധനയ്ക്ക് പുതിയ ഉപകരണങ്ങൾ, ഈ എക്സ്റേക്കും നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ നിശ്ചലമായ ചിത്രമാണ് കിട്ടുന്നത്. പക്ഷേ എക്സ്റേയുടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന മെഷീനറികൾ, ആ ഹോസ്പിറ്റലിനകത്ത് കയറി നോക്കിയാൽ ഒരു തരത്തിലുള്ള ദുർഗന്ധവും ഇല്ലാത്ത ഒരാശുപത്രി. പണ്ട് നമ്മൾ ആശുപത്രിയിലൂടെ കയറിയ മൂക്കും പൊത്തിക്കൊണ്ടാണ് ആശുപത്രി കയറുന്നത്. ഒട്ടും ദുർഗന്ധമില്ല ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ. പലർക്കും ഇതൊക്കെ കണ്ട അസൂയയും അസഹിഷ്ണുതയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആശുപത്രികളിൽ ചെല്ലുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ചികിത്സ എല്ലാവർക്കും ലഭ്യമാകും. ഒരാൾ റോഡിൽ കിടന്ന് മരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇന്നലെ മെനഞ്ഞാന്ന് അവിടെ ചെല്ലുമ്പോൾ കാല് വയ്യാത്ത ഒരാൾ നടക്കാൻ വയ്യാതെ അവിടെ മുറ്റത്തിരിക്കും, പിന്നെ ഒരു നഴ്സിംഗ് റൂമിൻ്റെ മുമ്പിലിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വയ്യ. ഞങ്ങളെല്ലാം ചെല്ലുമ്പോൾ അദ്ദേഹം മരുന്ന് വാങ്ങിക്കാനുള്ള തുണ്ടുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സൂപ്രണ്ട് ആളെ വിളിക്കുന്നു, ഇദ്ദേഹത്തെ വീൽ ചെയറിലെടുക്കുന്നു, മരുന്ന് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. വടക്കേ ഇന്ത്യയിൽ മരിച്ച ബോഡി കൊണ്ടുപോകാൻ സൈക്കിളിൻ്റെ പുറത്ത് വെച്ച് കെട്ടിക്കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ മാവേലി നാടുവാണിയിടും കാലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു കാലമൊന്നും മുമ്പുണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെ സ്വപ്നം അതുപോലെ അങ്ങ് സാക്ഷാത്കരിച്ചില്ലെങ്കിലും അത്ര ദയനീയ ജീവിതമൊന്നുമല്ല ഇന്ന് കേരളത്തിലുള്ളവർക്ക്. രോഗം വന്നാൽ ചികിത്സിക്കാൻ സംവിധാനമുണ്ട്. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒറ്റപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഇതുപോലെ സ്ഥാപനങ്ങളുണ്ട്. കൈപിടിക്കാൻ കൂടെ ആളുണ്ട്. നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പല രാജ്യങ്ങളെപ്പോലുള്ള വലിയ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ കൈവരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൂടെയുള്ള റോഡ് 1 വർഷം കൂടെ കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായ റോഡ് നമ്മുടെ മുമ്പിൽ വരികയാണ്. എല്ലാവിധ യാത്രാ സൗകര്യങ്ങൾ, ഇപ്പോൾ റോഡിൽ കിടന്ന് നമ്മൾ വിഷമിക്കുകയാണ്, പക്ഷേ വലിയ യാത്രാ സൗകര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോവുകയാണ്. അതുപോലെ നമുക്ക് ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ വരികയാണ്. ഇതെല്ലാം വലിയ ഗുണം നമ്മുടെ പ്രദേശത്തുണ്ടാക്കിയിട്ടുണ്ട്. ആരും പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പ്രായമുള്ളവർക്കറിയാം, പണ്ട് പഠിപ്പുര അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം പട്ടിണിക്കാരാണ്. ആരെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ വന്നാൽ തരാമെന്നുള്ളതാണ്. വെറും ഒരു ചോദ്യം മാത്രമായിരുന്നു. ആളുകളെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലാൻ, ഈ പെരയ്ക്കകത്തോട്ടും പഠിപ്പുര കിടക്കാൻ അധികാരമില്ലാത്ത ആളുകളായിരുന്നു മഹാഭൂരിപക്ഷം. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഈ പഠിപ്പുരയ്ക്കകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഈ അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മറ്റുള്ളവർ അപ്പുറത്തൂടെ ചെല്ലാൻ പറ്റൂ. നിങ്ങൾ ഈ ശൂരനാട് സമരമെന്ന് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആ സമരം എന്താണെന്നറിയാൻ വേണ്ടി അതിൻ്റെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ആ സംഭവം നടന്ന വീട്ടിൽ ചെന്നു. ഒരു 10-20 കൊല്ലം മുമ്പാണ്. അപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനെ വിളിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയി. എന്താ ഈ സംഭവം എന്നറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ഒരു പഴയ തറവാട് കാണിച്ചു തന്നു. ഈ തറവാടിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ വാഴയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുഴി കുത്തും, എന്നിട്ട് അതിനകത്തൊരു വാഴയില വയ്ക്കും, എന്നിട്ട് അതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. കഞ്ഞിന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തമ്പുരാൻ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരുത്തനാണെങ്കിൽ ഈ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ വന്ന് ചവിട്ടും. ഇയാൾ കമഴ്ന്നടിച്ച് ആ ചൂട് കഞ്ഞി വെള്ളത്തിനകത്ത് കിടക്കും. എന്നിട്ട് ഇയാളുടെ പ്ലാവിലെടുത്ത് കളയാൻ പറയും, നക്കി കുടിക്കാൻ പറയും. ഇത് എനിക്ക് പറഞ്ഞു തന്ന ആൾ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ വടക്കേപ്പുറത്ത് പോയി കുഴി കുത്തി കഞ്ഞിവെള്ളം കുടിച്ചവർ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ കഥ കുറഞ്ഞ് ഞാൻ മുമ്പിൽ കൂടെ കയറ്റുമോ? ഇതൊക്കെ നമുക്ക് കെട്ടുകഥകളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഓണത്തിൻ്റെ സന്തോഷം വന്നത്, പണ്ടല്ല. ഇപ്പോഴാണ് മനുഷ്യർ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ വിവിധ ജാതിയിലും മതത്തിലും പെട്ടവരാണ്. നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ?
നിങ്ങളുടെ ഏറ്റവും അടുത്ത, നിങ്ങളൊരു പക്ഷേ നടക്കുമ്പോൾ, എഴുന്നേറ്റ് നടക്കുമ്പോൾ അങ്ങനെ വിറച്ച് വീണാൽ അടുത്ത് നിൽക്കുന്ന ആൾ നിങ്ങളെ താങ്ങും. അത് നിങ്ങളുടെ മതവും ജാതിയും നോക്കിയിട്ടല്ല. പണ്ടത് പറ്റത്തില്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മതമില്ല. അതാണ് സെക്കുലർ. ഇത് മതേതര കേന്ദ്രമാണ്. ഇതിൻ്റെ ബോർഡ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, മതേതര കേന്ദ്രമാണ്. മതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലാകാം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലാകാം. പക്ഷെ ഇവിടെ മനുഷ്യരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ പല യോഗങ്ങളിൽ പോയെങ്കിലും അത്തരം യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മനുഷ്യരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരോണം നടക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്ന് ഈ സമുദ്രതീരമാണെന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇനി ഒരു 2-3 ദിവസം കൂടെ ഓണത്തിൻ്റെ ഒരു ചിന്തയിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പാട്ടൊക്കെ പാടി, കളിക്കാവുന്ന കളിയൊക്കെ കളിച്ച്, അതിനകത്ത് തെറ്റും ശരിയോ നോക്കേണ്ട കാര്യമില്ല. പാട്ട് പാടാമെങ്കിൽ പാട്ട് പാടുക, കളിക്കാമെങ്കിൽ കളിക്കുക, ആടാമെങ്കിൽ ആടുക. ഇതെല്ലാം ചെയ്ത് സന്തോഷകരമായിട്ട് നിങ്ങളുടെ ഓണം മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാനും നിങ്ങളെ കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻപിള്ള സ്വാഗതം ആശംസിച്ചു. പ്രണവം ഷീലാമധു ആശംസകൾ അർപ്പിച്ചു. ഞാനൊരു കവിത ചൊല്ലാം, കാരണം ഈ ശബ്ദം കൊണ്ട് ഒരു മനോഹര ഗാനം സാധ്യമല്ല. അതുകൊണ്ട് മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗപത്രത്തിൽ താതാ. ഊട്ടുകിണ്ടിയിൽ കണ്ണീർ മുട്ടിയ ബാല്യം തൊട്ടേ രാപ്പകലുകളെൻ്റെ ചോരയെ കടയുമ്പോൾ പൊന്തിയ വാളും ജ്വാലാകുംഭവും മണ്ണിൻ കറകാച്ചിയ വാക്കും ആദികവിയും നീയാണല്ലോ, ആദികവിയും നീയാണല്ലോ. കണ്ടിരുളും നൊരന്തിയിൽ അമ്മയ്ക്കുള്ളിൽ ചെമ്പുകുട്ടകത്തിലെ പുന്നെല്ല് തിളയ്ക്കുമ്പോൾ കനൽ കോരിയ കൈകൾ കൊണ്ടവൾ കനിഞ്ഞെൻ്റെ മുറിവായകൾ തോറും മുജ്ജന്മമുണർത്തുമ്പോൾ നിനക്കു കൊമ്പും കുലചിഹ്നവും കൊടുങ്കാറ്റു കുലച്ച കടലിൻ്റെ പേശിയും പ്രതാപവും പറമ്പിൽ പച്ചപ്പുല്ലിൽ പ്രാണനിൽ കൂത്താടുന്ന പശുക്കുട്ടിയും പാൽ വെളിച്ചവും വറ്റിപ്പോകെ സാക്ഷിയാം നിലവിളക്കിൻ്റെ നേർക്കിരുന്നൊരൻ ഹസ്തരേഖയിൽ വായിക്കുന്നു ദുശകുനങ്ങൾ. അമ്മ തുള്ളിയ വലം തുടയെ തീണ്ടാൻ വയ്യ, കണ്ണിലെ സർപ്പക്കളം ഉണ്ണിക്കുമായ്ക്കാൻ വയ്യ, മുള്ളുമുറ്റിയ മുഖം നെഞ്ചിൽ നിന്നൂരാൻ വയ്യ. മുണ്ടകപ്പാടങ്ങൾക്കുമക്കരെ നിന്നും പറച്ചെണ്ട നൊന്തിരമ്പുന്ന രാത്രിയിൽ നീയേ പണ്ടു മന്ത്രമാരണം ചെയ്ത മോതിരം കെട്ടിത്തന്നും അമ്പലപ്രാവിൻ ചങ്കും കുടലും വിളമ്പിയും കാഞ്ഞിരത്തിന്മേലെന്നെ കൂച്ചു ചെങ്ങലക്കിട്ടു കാഞ്ഞ വെയിലിലും കൂടമഞ്ഞിലും മഴയിലും. മകരം മരങ്ങളിലോർമ്മകൾ പൊഴിച്ചാലും പകരം സ്വപ്നത്തിൻ്റെ പച്ചകൾ പൊടിച്ചാലും നിന്റെ ചൂരലിൻ
നീലപ്പാടുകൾ തിണർത്തതാണെൻ്റെ കൈപ്പടയെന്നും നിന്റെ കോപത്തിൻ ലോഹലായനി എരിയുന്നുണ്ടെൻ്റെ തൊണ്ടയിലെന്നും. മഷിനോട്ടത്തിൽ ഭൂതവ്യഥതന്നാഴത്തിലൻ മറുപിള്ളയും മരപ്പാവയും തെളിയുമ്പോൾ തുടിയും കൊട്ടി കാലമൂർത്തിയെ തോറ്റിപ്പടിപ്പുരകൾ തോറും തെണ്ടിപ്രാക്കുകൾ ഒഴിക്കുമ്പോൾ വഴിയിൽ വിഷം തീണ്ടി വീണ പെണ്ണിന് ശവപ്പുടവ കൊടുത്താദ്യ ചുംബനം കൊളുത്തുമ്പോൾ തോലുരിച്ചോരു പോത്തിൻ മുതുകിൽ കുരുക്കുമായി ആരു നിൽക്കുന്നു പിന്നിൽ? അച്ഛനോ ആരാച്ചാരോ പറയാം സ്നേഹം പൊറാഞ്ഞമ്മയെ കൊല്ലാൻ കത്തും വിറകിൻ കൊള്ളിക്കാഞ്ഞ പാപിതൻ കടം കഥ പറയാം. ദുഃഖത്തിലേക്കാദ്യപുത്രനെ തള്ളാനരുതാതെയൻ പെണ്ണിൻ ഗർഭമൂറ്റിയ കഥ. കഥയാൽ തടുക്കാമോ കാലത്തെ വിശക്കുമ്പോൾ തണുത്ത തലച്ചോറേ ഉണ്ണുവാനുള്ളൂ കയ്യിൽ? വിശക്കുമ്പോൾ തണുത്ത തലച്ചോറേ ഉണ്ണുവാനുള്ളൂ കയ്യിൽ. എല്ലാവർക്കും ഓണാശംസകൾ. നമുക്ക് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഗോമൻ സാറിന് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കും. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം ചടങ്ങിൽ നന്ദി പറഞ്ഞു. എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.